നോമ്പിന്റെ 11-ാം ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 11 വാക്യങ്ങളാണ്. ഈ ഭാഗത്തു നിന്നും പാപവിമുക്തി ലഭിച്ചവരുടെ സംഘയാത്ര എന്ന വിഷയത്തെ കുറിച്ച് ധ്യാനിക്കുവാനാണ് നിങ്ങളുടെ എവിടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കൊരിന്ത് സഭയിൽ നിലനിന്നിരുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളെ ഓരോന്നായി പൗലോസ് അപ്പോസ്തലൻ വിശകലനം ചെയ്യുകയും അവയ്ക്ക് ക്രൈസ്തവമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് കൊരിന്ത്യ ലേഖനത്തിൽ നാം കാണുന്നത്. വിശ്വാസ സമൂഹമെന്ന നിലയിൽ തങ്ങൾക്കുള്ള നിയോഗവും വിശുദ്ധിയും ജീവിത വ്യവഹാരങ്ങൾ പ്രകടമാക്കേണ്ടതുണ്ട്. പാപവിമുക്തി ലഭിച്ചവരുടെ സംഘയാത്രയാണ് വിശ്വാസികളുടേത്. അവർ പരസ്പരം കരുതുകയും മറ്റുള്ളവരുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി കരുതലുള്ളവരാകുകയും വേണം. 1. ക്രൈസ്തവരുടെ മധ്യത്തിലുണ്ടാകുന്ന വ്യവഹാരങ്ങൾ ക്രിസ്തീയ സ്നേഹത്തിൽ പരിഹരിക്കേണ്ടതുണ്ട്. അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാര തീർപ്പിനായി പോകരുത്. റോമൻ സാമ്രാജ്യത്തിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള വസ്തു വ്യവഹാരങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ യഹൂദ നിയമങ്ങൾ അനുസരിച്ച് തീർക്കുന്നതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. ക്രിമിനൽ കുറ്റങ്ങൾ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് വിധി പറയുന്നതിന് ന്യായാധിപന്മാർക്കാണ് അധികാരമുണ്ടായിരുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ആദ്യ നൂറ്റാണ്ടിൽ യഹൂദ മതത്തിന്റെ ഉൾപ്പിരിവായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ക്രൈസ്തവർ അവരുടെ ഉന്നത വിളിയെയും പദവിയെയും ഓർക്കണം. അവർ ലോകത്തെ വിധിക്കാനുള്ളവരാണ്. അവർ ദൂതന്മാരെയും വിധിക്കാനുള്ളവരാണ്. ഈ അധികാരമെല്ലാം വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിത്യതയുടെ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ കാര്യങ്ങളെ വിലയിരുത്താനും വിധിക്കാനും വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് ഭൂമിയുടെ സ്വത്തവകാശങ്ങളുടെ മേലുള്ള വ്യവഹാരങ്ങൾ നിസ്സാര കാര്യങ്ങളാകുന്നത്. നിത്യത എന്ന വലിയ കാര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയെല്ലാം നിസ്സാരമാണ്. ഈ ദർശനം സ്വാംശീകരിച്ചവരാണ് സഹോദരങ്ങളുടെ മധ്യയുള്ള തർക്കങ്ങൾ. രമ്യതപ്പെടുത്താൻ കഴിവുള്ളവർ അഭക്തർ അപ്രകാരം ദർശനം പ്രാപിച്ചതല്ലോ. അതുകൊണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവർ തന്നെ രമ്യതപ്പെടുത്തുന്നതാണ് കാൽവരി സംഘയാത്രയുടെ അടിസ്ഥാന തത്വം. അതിന് ആധാരം യേശുവിന്റെ സ്നേഹ നിയമമാണ്. 2. വ്യവഹാരങ്ങളും ധാർമ്മിക വീഴ്ചകളും ക്രൈസ്തവരുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യവഹാരങ്ങൾക്ക് പോകുന്നതിനേക്കാൾ നഷ്ടം സഹിക്കുന്നതും അന്യായം സഹിച്ചു കൊള്ളുന്നതുമാണ് ക്രൈസ്തവ ദർശനം. അന്യായം ചെയ്യുന്നവനും ധാർമ്മിക പരാജയം സംഭവിക്കുന്നവരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം എന്നതോ മറ്റു സകല നേട്ടങ്ങളെക്കാളും വിലയേറിയതായിരിക്കെ അതിനുവേണ്ടി തങ്ങൾക്കുള്ള സകല സമ്പത്തും നഷ്ടപ്പെടുത്തി കളയുന്നതിനും സന്നദ്ധരാകുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വ്യവഹാരത്തിന് പോകുന്നവരും അതിന് കാരണക്കാരായി തീരുന്നവരും ദൈവരാജ്യ ദർശനത്തിൽ നിന്ന് വീണുപോയവരാണ്. അത് ദൈവമക്കൾ എന്ന ഉന്നത വിളിയോടുള്ള വഞ്ചനയാണ്. വചനം സന്തോഷത്തോടെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്തിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും പരിഗണനകളുമാകുന്ന മുള്ളുകൾ വളർന്ന് വചനത്തെ ഞെരുക്കിക്കളയുന്ന ദൗർഭാഗ്യമാണ് അവിടെ സംഭവിക്കുന്നത്. തന്റെ നേരെ അന്യായവും പദവുമാണ്. സഹോദരൻ എന്ന് പേര് വിളിക്കപ്പെട്ടവൻ ചെയ്യുന്നത് എന്നും ബോധ്യമുള്ളപ്പോഴും അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള വിശ്വാസ സമൂഹ പരിശ്രമങ്ങൾ ഫലം കാണാതെ ഇരിക്കുമ്പോഴും അവ വിട്ടുകളയുന്നതാണ് വിശ്വസിക്കു കരണീയം. കാരണം സർവ്വലോകത്തെക്കാളും വിലയേറിയതായി താൻ വിശ്വസിക്കുന്ന നിത്യതയും ദൈവരാജ്യവും തനിക്ക് നഷ്ടമായി കൂടാ. ആ ഉപനിധി കാത്തുകൊള്ളാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടെന്ന് വിശ്വാസി തിരിച്ചറിയുക. 3. പാപവിമുക്തി പ്രാപിച്ചവരുടെ സംഘയാത്രയാണ് വിശ്വാസ പ്രയാണമെന്ന് തിരിച്ചറിയുന്നതാണ് ദൈവസന്നിധിയിലെ വിനയപ്പെടലിനും പരസ്പര കരുതലിനും അടിസ്ഥാനമായി തീരുന്നത്. നിരന്തരം തിരുത്തുകയും വഴികാട്ടി തരികയും ചെയ്യുന്ന ദൈവശബ്ദത്തെ കേൾക്കാൻ കഴിയാതെ പോകുന്നതാണ് യാത്രയുടെ ഏറ്റവും വലിയ അപജയം. ഐഹിക വിഷയങ്ങൾ നിത്യതയുടെ ദർശനത്തെ കവിയുന്ന ലാഭദർശനവുമായി അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ദുരാഗ്രഹവും പിടിച്ചു പറയും അതിനെ നീതീകരിക്കാനുള്ള വാക്ചാതുര്യം പ്രകടമാക്കുന്നത്. സ്വന്തം ശരീരം ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമാകുന്നുവെന്ന് തിരിച്ചറിയാതെ പോകുന്ന ദുര്യോഗമാണ് ജഡീക പാപങ്ങൾക്ക് വഴിവെക്കുന്നത്. അത് വിശ്വാസ സമൂഹത്തിന് പുറത്ത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
വിശ്വാസചര്യയിൽ വരുന്നതിനും ഈ ദർശനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് വിശ്വാസികളും ഇപ്രകാരം സ്വാഭാവിക പാപങ്ങളിൽ പെട്ടുപോയിരുന്നവരാണ്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ ലംഘന വിമുക്തി ലഭിച്ചവർ ഇനി അതിൽ വീഴാതെ ഇരിക്കാൻ പരസ്പരം കരുതുന്നവരും താങ്ങുന്നവരുമായി സംഘയാത്ര നടത്താൻ വിളിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ലഭിച്ചിരിക്കുന്ന ഉന്നത വിളിയും ദർശനവും പ്രായോഗിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിന് ദൈവം ഞങ്ങൾക്ക് സഹായിക്കണമേ. കഷ്ടനഷ്ടങ്ങൾ യേശുവിനെ പ്രതിസഹിക്കുന്നതിലും അതിൽ സന്തോഷിക്കുന്നതിനും കൃപ നൽകണമേ. ആമേൻ.